ഇസ്ലാമിക ചരിത്രത്തിൽ സാമൂഹ്യ ശാസ്ത്രത്തിൽ വലിയ സംഭാവനകൾ നൽകിയ ഒരു ചരിത്ര പുരുഷന്റെ കഥ പറയാം. പേര് ഇബ്നു ഖൽദൂൻ. പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുചര സംഘത്തിൽ ഒരാളായ ഇബ്നു ഹജറിന്റെ വംശപരമ്പരയിലെ ഇബ്നു മുഹമ്മദ് എന്നവർ സ്പെയിൻ കരയോടടുത്തുള്ള സ്യൂറ്റയിൽ എത്തിച്ചേരുകയാണ്. ഹഫ്സി സുൽത്താൻ അബൂ സക്കരിയയുടെ മിത്രമായ ഖൽദൂൻ കുടുംബം ഭരണകൂടത്തിൽ ഉയർന്ന പദവി നേടിയെടുക്കുകയാണ്. ഭക്തി മുഖമുദ്രയാക്കിയ കുടുംബം പണ്ഡിതന്മാരാൽ സമ്പന്നമാണ്. വർഷം 1332 ആഫ്രിക്കയിലെ ടുണീഷ്യയിൽ അബ്ദുറഹ്മാൻ ബിൻ മുഹമ്മദ് ബിൻ ഖൽദൂൻ അൽ ഹദ്റമി ഭൂജാതനാവുകയാണ്. തൻ്റെ പാണ്ഡിത്യത്തിന്റെ സംഭാവനയായി ദീനിന്റെ രക്ഷകൻ എന്നർത്ഥം വരുന്ന വലിയുദ്ദീൻ എന്ന സ്ഥാനപ്പേരു കൂടിയുണ്ട് അദ്ദേഹത്തിന്. യഥാർത്ഥത്തിൽ അബ്ദുറഹ്മാൻ എന്ന നാമമുള്ള ഒരാൾ എങ്ങനെയാണ് ലോക പ്രശസ്ത ആധുനിക ശാസ്ത്രത്തിന്റെ പിതാവായ ഇബ്നു ഖൽദൂനായി മാറി എന്നതാണ് ഇന്നത്തെ കഥ. ഇബ്നു ഖൽദൂന്റെ അഗാധമായ വിജ്ഞാന തലങ്ങളെയോ ഗുരു പരമ്പരയെയോ എണ്ണിത്തിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയില്ല. വിശുദ്ധ ഖുർആൻ പഠനത്തിൽ നിന്നും തുടങ്ങി മതശാസ്ത്രവും ഭൗതിക ശാസ്ത്രവും തത്വജ്ഞാനവും ഭാഷയും കവിതയും കലയും എന്നുവേണ്ട ഭരണവും പ്രവചനങ്ങളും ഇങ്ങനെ തുടങ്ങി മനുഷ്യ നാഗരികതയിൽ ഉൾപ്പെടുന്ന എല്ലാ പ്രതിഭാസവും പഠന വിഷയമായി മാറുകയാണ്. ലോക വിജ്ഞാന ശേഖരങ്ങളുടെ ഏത് കോണുകളിൽ നിന്നും വളരെ അനായാസമായി അതിൻ്റെ വസ്തുതകൾ എടുത്തുദ്ധരിക്കും. അപ്പോൾ ഈ മഹാധിഷണതയുടെ പിന്നിൽ വളമിട്ടുകൊടുത്ത കൈകളെ നമുക്ക് തീർത്തും തിട്ടപ്പെടുത്താൻ കഴിയുകയില്ല. ഇവിടെ യൂക്ലിഡിന്റെ ജാമിതി സൂത്രങ്ങളോടൊപ്പം അദ്ദേഹത്തിന്റെ ജീവചരിത്രവും ഖൽദൂന് സുപരിചിതമായിരുന്നു എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത്തരത്തിൽ ഗുരുസമ്പത്തും വായനാസമ്പത്തുമുള്ള ഇബ്നു ഖൽദൂന്റെ കൃതികളിൽ ഗുരുക്കന്മാരുടെയും അവലംബങ്ങളുടെയും കൃത്യമായ ലഭ്യതയില്ലാത്തതിനാൽ ഇബ്നു ഖൽദൂന്റെ കൃതികളിലെ പ്രതിപാദ്യ വിഷയങ്ങൾ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അർണോൾഡ് ടോയിൻബി തന്റെ ചരിത്ര ദർശനത്തിൽ ഒരു വാദം ഉന്നയിക്കാനായിട്ട് സാധാരണയായി പുരാണ കഥകളെയും പ്രസിദ്ധ സാഹിത്യ കൃതികളിലെ ഇതിവൃത്തങ്ങളെയും ആശ്രയിക്കുന്നതായി കാണാം. അതായത് ഒരു ചരിത്ര വസ്തുതക്ക് തെളിവ് സാങ്കല്പികമായ കഥാപാത്രമോ ഇതിവൃത്തമോ ആയിരിക്കുമെന്നർത്ഥം. എന്നാൽ നമ്മുടെ ഇബ്നു ഖൽദൂൻ ആവട്ടെ തന്റെ ഒരാശയത്തെ അത് ഏറ്റവും അപ്രധാനമായ ഒരു കാര്യമായാലും ശരി ഒരു ചരിത്ര വസ്തുതയെ മാത്രം അദ്ദേഹം ഉദ്ധരിക്കുകയുള്ളൂ. ഈ വസ്തുനിഷ്ഠത ഇത്ര നിഷ്കൃഷ്ടമായി നമുക്ക് എവിടെ നിന്ന് ലഭിക്കാനാണ്? അങ്ങനെ ഒരു ചരിത്രകാരൻ തന്റെ ആശയങ്ങളെയെല്ലാം ഈ യാഥാർത്ഥ്യ ബോധത്തോടെ ഉദ്ധരിക്കണമെങ്കിൽ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ വിജ്ഞാനത്തിന്റെ ആഴവും പരപ്പും? വിശന്നു വലഞ്ഞ ഒരാൾ ഭക്ഷണത്തിനായി തേടിപ്പോകുന്നതുമായി ഒരു വിദ്യാർത്ഥിയുടെ അറിവിനോടുള്ള സമീപനത്തെക്കുറിച്ച് പലരും ഉപമിക്കാറുണ്ട്. എന്നാൽ നിത്യജീവിതത്തിൽ ഇത്തരം അനുഭവങ്ങൾ വളരെ കുറവാണെന്ന് പറയാതെ വയ്യ. ടുണീഷ്യയിൽ മഹാമാരി കത്തിപ്പടരുന്ന സാഹചര്യം. തനിക്ക് തണലായി നിന്ന വിജ്ഞാന വൃക്ഷങ്ങളായ ഓരോ ഗുരുക്കന്മാരും രോഗം ബാധിച്ച് മരണമടയുകയാണ്. മരുപ്പച്ചയിലുള്ള ഒരാൾ പെട്ടെന്ന് തന്നെ മരുഭൂമിയിലേക്ക് എത്തിയ ഒരു പ്രതീതി അവിടെ രൂപം കൊള്ളുകയാണ്. അങ്ങനെയാണ് ജന്മനാട് വിട്ടെറിഞ്ഞ് ആ വിജ്ഞാനദാഹി നാട് വിട്ടിറങ്ങുന്നത്. എവിടെ നിന്നാണ് ഒരു വിദ്യാർത്ഥി രൂപം കൊള്ളുന്നതെന്ന ചോദ്യത്തിന് വളരെ കൃത്യമായ ഉത്തരം ഇബ്നു ഖൽദൂമിന്റെ ജീവിതത്തിനുണ്ട്. 1348-49 നടന്ന പകർച്ചവ്യാധിയിൽ അദ്ദേഹത്തിന്റെ മാതാവും പിതാവും ഉൾപ്പെട്ടിരുന്നു. ഉറ്റവർ നഷ്ടപ്പെട്ട സമയത്തും ഇബ്നു ഖൽദൂൻ തന്റെ വിദ്യാർത്ഥി മനസ്കത കൈവിട്ടിരുന്നില്ല. ജ്യേഷ്ഠൻ മുഹമ്മദ് ബിൻ ഖൽദൂൻ കുടുംബ കാരണവരായി തീരുന്ന സമയത്തും ടുണീഷ്യയിലെ ഹഫ്സി ഭരണകൂടം സ്വതന്ത്രമായിരുന്നില്ല. പൊതുവെ അസ്ഥിരതയും അസന്നിഗ്ധതയും എവിടെയും ദൃശ്യമായി. ഇത്തരം കാര്യങ്ങൾ പാണ്ഡിത്യമോ രാഷ്ട്രീയ കാര്യമോ ഉന്നം വെക്കുന്ന ഒരാൾക്ക് പ്രതീക്ഷ ഉണർത്തുന്ന ഒരു കാര്യമല്ല. ഈ ഒരു ഘട്ടത്തിലാണ് ഹഫ്സി ഭരണകൂടത്തിൽ ഇബ്നു ഖൽദൂന് സാഹിബുൽ അല്ലാമ, അതായത് മുദ്ര സൂക്ഷിപ്പ് ഉദ്യോഗം ഇബ്നു ഖൽദൂന് ലഭിക്കുന്നത്. സുൽത്താന്റെ പ്രധാന ഉദ്യോഗങ്ങളിൽ ഒന്നായിരുന്നു ഈ ഉദ്യോഗം. എന്നാൽ ഇബ്നു ഖൽദൂൻ ഈ ഉദ്യോഗം ഉപേക്ഷിക്കുകയാണ്. മർനിഡ് സുൽത്താൻ അബു ഇനാനുമായി സംഗമിക്കാനാണ് ഇബ്നു ഖൽദൂൻ ആഗ്രഹിച്ചത്. 1353 ബോഗി നഗരത്തിൽ വെച്ച് ഈ കൂടിക്കാഴ്ച സംഭവിക്കുകയാണ്. 1354 അബു ഇനാന്റെ ഉദ്യോഗം സ്വീകരിച്ച്
അദ്ദേഹം അധ്യാപനവും അതോടൊപ്പം പഠനവും ആരംഭിക്കുകയാണ്. ഗണിതശാസ്ത്രജ്ഞനും വിശകലനുമായിരുന്ന ഇബ്രാഹിം ഇബ്നു സർബർ ഇബ്നു ഖൽദൂന്റെ പരിചയവൃത്തത്തിൽ ആദ്യമായിട്ട് എത്തുന്നത് ഇവിടെ വെച്ചാണ്. ഇങ്ങനെ അക്കാലത്ത് ലഭ്യമാകാവുന്ന ഏറ്റവും ഉയർന്ന ഗുരുസമ്പത്ത് അദ്ദേഹത്തിന് അവകാശപ്പെടാം. അതുപോലെ തന്നെ ശിഷ്യസമ്പത്തും ഇബ്നു ഖൽദൂന് അവകാശപ്പെടുന്നതാണ്. സ്വഹീഹുൽ ബുഖാരിയുടെ സമ്പൂർണ്ണ വ്യാഖ്യാനം രചിച്ച ഇബ്നു ഹജർ അസ്കലാനി ഇബ്നു ഖൽദൂന്റെ ഈജിപ്ഷ്യൻ ശിഷ്യനായിരുന്നു. സ്വഹീഹുൽ ബുഖാരിയുടെ പൂർണ്ണമായ വ്യാഖ്യാന ഗ്രന്ഥം രചിക്കപ്പെടേണ്ടത് ഒരു മുസ്ലിം സമുദായത്തിന്റെ കടമയാണെന്ന് തന്റെ ഒരു ശൈഖിനെ ഉദ്ധരിച്ചുകൊണ്ട് മുഖദ്ദിമയിൽ ഇദ്ദേഹം പ്രസ്താവിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും അത് വളരെ ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തിരുന്നു. ഇബ്നു ഹജറിനെ തുടർന്ന് പ്രശസ്ത ഖുർആൻ പണ്ഡിതനായ ജലാലുദ്ദീൻ സുയൂത്തിയും അതേ തുടർന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യനായ ജലാലുദ്ദീൻ മഹല്ലിയും തുല്യ പ്രതിഭകളായിരുന്നുവെന്ന് നാം ഓർക്കണം. ഇബ്നു ഖൽദൂന്റെ കൃതികളിലേക്ക് നാം കടക്കുമ്പോൾ ഏറ്റവും പ്രാമുഖ്യമുള്ള 2 കിതാബാണ് മുഖദ്ദിമയും 2 ഇബർ എന്ന കിതാബും. ഇബറിന്റെ ആമുഖ ഗ്രന്ഥം എന്ന അർത്ഥം വരുന്ന മുഖദ്ദിമ 1-ാം വാള്യം ഇപ്പോൾ പ്രാബല്യത്തിലുള്ളത്. ഈ ചരിത്ര ഗ്രന്ഥത്തിന്റെ പൂർണ്ണ പേര് ദീർഘമായ ഒരു നാമമാണ്. കിതാബുൽ ഇബർ വ ദീവാനുൽ മുബ്തദഇ വൽ ഖബർ ഫി അയ്യാമിൽ അറബി വൽ അജം വൽ ബർബറി എന്ന കിതാബാണ്. ഇതിന്റെ അവസാനത്തെ വാല്യത്തിൽ തന്റെ ആത്മകഥ കൂടി അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. ഇതുകൂടാതെ പല ഉയർന്ന നിലവാരമുള്ള രചനകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടെങ്കിലും അവയെക്കുറിച്ചൊന്നും മുഖദ്ദിമയിലോ ആത്മകഥകളിലോ അദ്ദേഹം പ്രസ്താവിച്ചിട്ടില്ല. ഇപ്പോൾ യൂറോപ്യൻ ഗവേഷകന്മാരും ഈജിപ്ഷ്യൻ ഗവേഷകന്മാരും അദ്ദേഹത്തിന്റെ പല കൃതികളും ഇതര ഗ്രന്ഥങ്ങളിലായി കണ്ടെത്തിയതായി പ്രസ്താവിക്കുന്നു. അദ്ദേഹത്തിന്റെ കവിതാ രചനകളും എഴുത്തുകളും ആത്മകഥകൾക്കിടയിലായി അദ്ദേഹം എഴുതി ചേർത്തിട്ടുണ്ട്. എന്നാൽ അവയെക്കുറിച്ചൊന്നും വലിയ മതിപ്പ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നില്ല. പക്ഷേ ഉയർന്ന പാണ്ഡിത്യവും സാഹിത്യരസവും അദ്ദേഹത്തിന്റെ കൃതികളിൽ വിതുമ്പി നിറഞ്ഞു നിൽക്കുന്നുവെന്ന് ഏവരും സമ്മതിക്കുന്ന വിഷയമാണ്. തന്റെ കാലഘട്ടത്തിൽ സാർവത്രികമായി തന്റെ കൃതികൾക്കെല്ലാം വലിയ ഉയർന്ന അംഗീകാരം ലഭിച്ചിരുന്നു. എന്നാൽ തന്റെ ചരിത്രവും ആമുഖവും മാത്രമാണ് അദ്ദേഹം അവകാശപ്പെട്ടിരുന്ന ഒരേ ഒരു ഗ്രന്ഥം. മുഖദ്ദിമ, ഒരു മനുഷ്യ ചരിത്രത്തിന്റെ ആമുഖം. ഈ കൃതിയെ അദ്ദേഹം വളരെ ശാസ്ത്രീയമായി അവതരിപ്പിക്കുകയും ചെയ്യുകയാണ്. 1354-63 ഇദ്ദേഹത്തിന്റെ വിവാഹം നടക്കുന്നത്. ഹഫ്സിഡ് സേനായുധനും പണ്ഡിതനുമായിരുന്ന അബ്ദുൽ ഹക്കീമിന്റെ പുത്രിയായിരുന്നു അദ്ദേഹം വിവാഹം ചെയ്തിരുന്നത്. അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നുവെന്ന് ചരിത്ര പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ അലക്സാണ്ടറിയയുടെ സമീപം വെച്ച് കടലിൽ കൊടുങ്കാറ്റിൽപ്പെട്ട് അദ്ദേഹത്തിന്റെ കുടുംബം മുഴുവനായി നഷ്ടപ്പെട്ടതായി പ്രസ്താവിക്കുന്നു. AD 1355 സുൽത്താൻ അബു ഇനാന്റെ സെക്രട്ടറിയായി അദ്ദേഹം നിയമിക്കപ്പെടുകയാണ്. പക്ഷേ ഈ ഉദ്യോഗം ശുഭമായല്ല മുന്നോട്ട് പോയത്. ആദർശധീരനായ ഖൽദൂനും സുൽത്താനും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയാണ്. അതേ തുടർന്ന് 1355 ഫെബ്രുവരി 10 അദ്ദേഹം തുറങ്കിലടക്കപ്പെടുകയാണ്. 23 മാസക്കാലം നീണ്ടുനിന്ന ഈ ജയിൽ ജീവിതം അബു ഇനാന്റെ മരണത്തോടു കൂടിയാണ് അവസാനിക്കുന്നത്. അടുത്ത ഭരണാധികാരിയായ അബു സാലിം ഇബ്നു ഖൽദൂനെ മോചിപ്പിക്കുകയാണ് ഉണ്ടായത്. 1359 അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായി നിയമിക്കപ്പെടുകയാണ്. ഈ ഉദ്യോഗത്തിൽ അദ്ദേഹം 2 വർഷം തുടർന്നുകൊണ്ടിരുന്നു. ശേഷം അദ്ദേഹം സ്പെയിനിലേക്ക് പാർപ്പ് മാറ്റുകയാണ്. 1365 ഡിസംബർ 26 അദ്ദേഹം ഗ്രാനഡയിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നാൽ ഗ്രാനഡയിലെ രാഷ്ട്രീയ അന്തരീക്ഷം കലുഷിതമായതോടുകൂടെ അദ്ദേഹം ഹഫ്സി സുൽത്താൻ അബു അബ്ദുള്ളയുടെ സമ്മതപ്രകാരം തലസ്ഥാനമായ ബോഗിയിലേക്ക് അദ്ദേഹം സ്ഥലം മാറുകയാണ്. ഗ്രാനഡയിലെ രാഷ്ട്രീയ അന്തരീക്ഷം കലുഷിതമായതോടെ ഇബ്നു ഖൽദൂൻ ഹഫ്സി സുൽത്താൻ അബു അബ്ദുള്ളയുടെ സമ്മതപ്രകാരം തലസ്ഥാനമായ ബോഗിയിലേക്ക് മാറുകയാണ്. ഇത് 1365 മാർച്ച് മാസത്തിലായിരുന്നു. എന്നാൽ തുടർന്നുള്ള 8-9 വർഷങ്ങൾ വിഷമകരമായ വർഷങ്ങളായിട്ടാണ് തുടർന്നു പോന്നത്. സ്വതന്ത്രമായി നിന്നുകൊണ്ട് പടിഞ്ഞാറൻ ആഫ്രിക്കയുടെ പല സംരംഭങ്ങളിലും അദ്ദേഹം ഭാഗവാക്കാവുകയാണ്. ഈ അവസരത്തിൽ സ്പെയിനിലേക്ക് തിരിച്ചു പോകാൻ ഇബ്നു ഖൽദൂൻ ആഗ്രഹിക്കുകയാണ്. വഴിമധ്യേ ഹുനൈൻ തുറമുഖത്തിൽ അദ്ദേഹം എത്തിയ സമയത്ത് മെറിനിഡ് സുൽത്താൻ അബ്ദുൽ അസീസിന്റെ സൈന്യം അദ്ദേഹത്തെ പിടികൂടുകയാണ്. സുൽത്താന്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ട ഖൽദൂൻ
മെറിനിഡ് വംശത്തോട് തന്റെ പൂർവ്വകാല പെരുമാറ്റങ്ങൾക്ക് ന്യായീകരണം നൽകേണ്ടി വന്നു. എങ്കിലും ശുഭാപ്തി വിശ്വാസത്തോടെയല്ല അദ്ദേഹം യാത്ര തിരിച്ചത്. പക്ഷേ പ്രതീക്ഷക്ക് വിപരീതമായി അദ്ദേഹം പിറ്റേ ദിവസം തന്നെ സ്വതന്ത്രനാവുകയാണ്. പക്ഷേ മെറിനിഡ് സുൽത്താൻ അബ്ദുൽ അസീസ് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ സേവനങ്ങൾക്ക് വേണ്ടി ഇബ്നു ഖൽദൂനെ ക്ഷണിക്കുകയാണ്. അങ്ങനെ 1370 ആഗസ്റ്റ് 4 ബിസ്ക്ര നഗരത്തിൽ അദ്ദേഹം വീണ്ടും രാഷ്ട്രീയ രംഗപ്രവേശനം നടത്തുകയാണ്. 2 വർഷങ്ങൾക്ക് ശേഷം സുൽത്താന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ഫെസ് നഗരത്തിലേക്ക് സ്ഥലം മാറുകയാണ്. മാർച്ച് 5, 1375 സുൽത്താൻ അബു ഹമ്മൂവിന്റെ ഭരണകാര്യങ്ങൾ ഈ അവസരത്തിൽ അദ്ദേഹം ഏറ്റെടുക്കുകയുണ്ടായി. എന്നാൽ രാഷ്ട്രീയ ജീവിതത്തിന് വിരാമമിടാനായി അദ്ദേഹം ധാരാളം ആഗ്രഹിച്ചു. അങ്ങനെ ഔലാദ് ആരിഫ് എന്ന ഗോത്രത്തലവന്റെ രക്ഷാകർത്തൃത്വത്തിൽ വല്ലാത്ത് ഇബ്നു സലാമ എന്ന കോട്ടയിൽ അദ്ദേഹത്തിന് തികച്ചും ഒരു ഗ്രാമീണ അന്തരീക്ഷം ഉണ്ടാവുകയാണ്. ആ 3 വർഷക്കാലം സ്വസ്ഥതയോടുകൂടിയും സൗഖ്യത്തോടുകൂടിയും തന്റെ കുടുംബത്തോടൊപ്പം ആ ഗ്രാമീണ ചുറ്റുപാടുള്ള ആ കോട്ടയിൽ ഒതുങ്ങിക്കൂടുകയാണ്. ഇവിടെ വെച്ചാണ് തന്റെ പ്രസിദ്ധമായ മനുഷ്യ ചരിത്രം എന്ന ഗ്രന്ഥം രചിക്കാൻ തുടങ്ങുന്നത്. തന്റെ ആത്മകഥയിൽ അദ്ദേഹം വിവരിക്കുന്നുണ്ട്, 1377 നവംബറിൽ അദ്ദേഹം മുഖദ്ദിമ പൂർത്തീകരിക്കുന്നു എന്ന്. ആ സുഖവാസ അന്തരീക്ഷം എനിക്ക് വലിയ അനുഭൂതിയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ അനുഭൂതിയുടെ അവസരത്തിൽ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ധാരാളം വാക്കുകളും ആശയങ്ങളും ഒരു മാജിക് പോലെ കടന്നു വരികയാണ്. കടയുന്ന പാത്രത്തിൽ പാലിൽ നിന്നും വെണ്ണ പൊന്തി വരുന്നത് പോലെ അദ്ദേഹത്തിന് ആശയങ്ങൾ ഉയർന്നു വന്നു. 4 വർഷങ്ങൾ കൂടെ കടന്നു പോകുന്നതിന് മുമ്പ് ട്യൂണീഷ്യയിലെ ഗ്രന്ഥശാലകളെ അവലംബിച്ചുകൊണ്ട് ഈ ചരിത്രം അദ്ദേഹം പൂർത്തിയാക്കുകയാണ്. ഇതോടെ വല്ലാത്ത് ഇബ്നു സലാമയുടെ അടുക്കൽ വെച്ച് അദ്ദേഹം രോഗഗ്രസ്തനായി. വർഷം 1401 മാർച്ചിൽ ഇബ്നു ഖൽദൂൻ ഈജിപ്തിൽ എത്തിച്ചേരുകയാണ്. തുടർന്നുള്ള 5 വർഷങ്ങളിൽ, അതായത് 1406 തന്റെ മരണ ദിവസം വരെ 4 തവണ ജഡ്ജിയുടെ പദവി ഏറ്റെടുക്കുകയും തുടർന്ന് ഉപേക്ഷിക്കുകയും ചെയ്യുകയാണ്. അവസാനമായി 1406 മാർച്ച് ഉദ്യോഗത്തിൽ പ്രവേശിച്ച ഈ മഹാദിശണാശാലി അങ്ങനെ 1406 മാർച്ച് 17 ഈ ഉജ്ജ്വല ദീപം പൊലിഞ്ഞു. കെയ്റോ പട്ടണത്തിൽ നെസ്ര ഗേറ്റിന് പുറത്തുള്ള സൂഫി കബറടത്തിൽ ഇന്നും ആ ഉജ്ജ്വല ദീപം കത്തിജ്വലിക്കുന്നുണ്ട്. സാമൂഹ്യ ശാസ്ത്ര ലോകത്ത് അടയാളപ്പെടുത്തപ്പെട്ട കരങ്ങൾ, ആധുനിക സാമൂഹ്യ ശാസ്ത്രത്തിന്റെ പിതൃപദവി അലങ്കരിക്കുന്ന കരങ്ങൾ, ഇങ്ങനെ ഒട്ടനവധി സവിശേഷതകൾ ഒത്തിണങ്ങിയ ആ മഹാമനീഷിയുടെ കഥ ഇവിടെ അവസാനിക്കുകയാണ്.